ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ക്വാർട്ടറിലെ 9ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരികയാണ്. കഴിഞ്ഞ 8 ആഴ്ചകളിലെയും പാഠം പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ ഒരു അവസരം കൂടി സ്വർഗത്തിലെ വലുവനായി ദൈവം നൽകി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതോടൊപ്പം എല്ലാ പ്രിയമുള്ള ദൈവകുഞ്ഞുങ്ങളെയും ഈ പാഠവണത്തിലേക്ക് ഞാൻ വളരെ സന്തോഷമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠത്തിൻ്റെ തലക്കെട്ട് നിയമം ജീവിക്കുന്നു എന്നതാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ അടുക്കൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ സ്വർണം കൊണ്ടുള്ള ദൈവങ്ങളെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എത്ര കൃത്യമായിട്ട് ദൈവം തന്റെ ജനത്തോട് ദൈവത്തെ ആരാധിക്കുന്ന വിധം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന, അതിലുപരിയായിട്ട് എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ ദൈവജനത്തോട് സംസാരിക്കുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ ജനത്തിന് ഒരു നിയമം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത്? അതിന് ഒന്നാമത്തെ കാരണം, ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കൾ വ്യത്യസ്തരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. കാരണം ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതം, അവരുടെ ജീവിതക്രമം, ജീവിത നിയമങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ സ്നേഹം, അവരുടെ പരസ്പരമുള്ള സഹകരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള ജനങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് 10 കൽപ്പനകൾ എന്ന ദൈവത്തിൻ്റെ നിയമം ദൈവം മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് നൽകിയത്. ഈ നിയമം നൽകിയതിന് ശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുള്ള സത്യസന്ധരും നിഷ്കളങ്കരും വിശ്വസ്തരും ദൈവഭയമുള്ളവരും ആയ ജനത്തെ ഇസ്രായേൽ മക്കളുടെ മേൽ ന്യായാധിപന്മാരായിട്ടും ഭരണാധികാരികളായിട്ടും ദൈവം നിയമിക്കുകയും ദൈവം കൊടുത്ത നിയമങ്ങളെക്കുറിച്ച് ജനത്തിന് അവബോധമുണ്ടാക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കുവാനും ഈ ന്യായാധിപന്മാരെ ചുമതലപ്പെടുത്തിയോട് മാത്രമല്ല, ഇസ്രായേലിലെ മാതാപിതാക്കൾക്കും ദൈവം കൊടുത്ത നിയമങ്ങൾ അനുസരിക്കുവാനും മനസ്സിലാക്കുവാനും അത് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അത് പഠിപ്പിക്കുവാനും ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരുന്നു. നാം കാണുന്നത്, ഏത് സമൂഹത്തിലും നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ അത് ആര് നിർമ്മിക്കുന്നുവോ ആ നിയമം നിർമ്മിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം, അവരുടെ ഉദ്ദേശം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അപ്പം അതുപോലെ ദൈവത്തിൻ്റെ നിയമവും കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്, സ്നേഹത്തെയാണ്, വിശുദ്ധിയെയാണ്. അപ്പോൾ ഈ നിയമങ്ങൾ തൻ്റെ ജനം മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ പാലിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇവർ എത്ര വ്യത്യസ്തരായ ഒരു ജനസമൂഹമാണ് എന്ന് മനസ്സിലാക്കുവാനും ആ വ്യത്യസ്തത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ദൈവത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ അറിയുവാനും ആ ദൈവസ്നേഹത്തിലേക്ക് മറ്റുള്ളവർക്കും ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, അവരുടെ നിയമങ്ങൾ, അവരുടെ അനുസരണം, അവരുടെ സാമൂഹ്യ ജീവിതം, അവരുടെ വിശ്വാസം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കടന്നു വന്ന് ദൈവസ്നേഹത്തിൽ ആയിരിക്കാനും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും, അങ്ങനെ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വലിയ അല്ലെങ്കിൽ ആ സ്നേഹം, ഒരു വലിയ കരുതൽ,
അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ സ്വഭാവത്തിൻ്റെ ഉത്കൃഷ്ടമായ നിയമം മറ്റുള്ളവരും മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കളായിട്ട് മാറുവാൻ ഇസ്രായേൽ മുഖാന്തരം ഇടയായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം മോശ മുഖാന്തരം സീനായിൽ വെച്ച് തൻ്റെ 10 കൽപ്പനകൾ കൊടുക്കുവാനും ആ നിയമത്തിലൂടെ ദൈവത്തിൻ്റെ നന്മ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം, മൂല്യങ്ങൾ, നീതി, തിന്മയ്ക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ, അതുപോലെ ആ ദൈവ നിയമങ്ങൾ എത്രമാത്രം സംശുദ്ധവും നീതിയുക്തവും ആയിരിക്കുന്നു, വിശുദ്ധവും നല്ലതും എന്ന് പൗലോസ് പറയുന്നത് പോലെ ആയിരിക്കുന്നു എന്ന് ആ ജനത്തിന് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അത് പൂർണ്ണമായിട്ട് ഗ്രഹിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അത് ഹൃദയത്തിൽ അവർ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മക്കളായി, അല്ലെങ്കിൽ നല്ല ഒരു ജനതയായി, ഒരു സമൂഹമായി അവർ വളർന്നു വരണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് തൻ്റെ നിയമങ്ങൾ ഈ ജനത്തിന് ദൈവം നൽകുവാൻ ആഗ്രഹിച്ചതും സീനായി പർവ്വതത്തിൽ വെച്ച് മോശ മുഖാന്തരം അത് നൽകുവാൻ ഇടയായി തീർന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നാം അടുത്ത ഭാഗത്തേക്ക്, ഞായറാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ സിനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം തൻ്റെ നിയമം നൽകിയതോടെ തൻ്റെ ജനത്തിന് ദൈവവുമായിട്ട് എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ആരംഭം അവിടെ കുറിക്കപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, നാം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില നിർദ്ദേശങ്ങളും ചില ഉപദേശങ്ങളും ചില അതിർവരമ്പുകളും ഒക്കെ ആവശ്യമാണ് ഏതൊരു സമൂഹത്തിനും. അത് നമുക്കറിയാം, നാം ഇന്ന് കാണുന്ന പരിഷ്കൃത സമൂഹം മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ അപരിഷ്കൃത ജീവിതത്തിലും അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങളിലുമൊക്കെ ഇന്നും വളരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സമൂഹത്തിലെ ജനങ്ങൾ അത് പാലിക്കുന്നുണ്ട് എന്ന് നാം ഓരോ സമൂഹത്തെയും ഒന്ന് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും വ്യക്തികളുടെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ മാത്രമല്ല, ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അവർ വളർന്നു വരുവാനൊരു സാഹചര്യം ഉണ്ടാവണം എന്നതാണ് നിയമങ്ങളുടെ ഉദ്ദേശം. അപ്പൊ അതുതന്നെയാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ ജനത്തിന് ചില നിയമങ്ങൾ ആവശ്യമായിരുന്നു. നമുക്കറിയാം, മിസ്രൈമിൽ ഇവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടേതായ നിയമങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ നിയമങ്ങൾ, ദൈവത്തിൻ്റെതായ ഉപദേശങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ അടിമത്ത നിയമം മാത്രമായിരുന്നു അവർ പക്ഷേ അറിഞ്ഞിരുന്നതും അല്ലെങ്കിൽ അനുസരിച്ചിരുന്നതും. അത് ദൈവത്തിൻ്റെ നിയമങ്ങളുമായിട്ട് എത്രമാത്രം വ്യത്യസ്തവും എത്രമാത്രം അന്തരവും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യവസ്ഥയിൽ ജീവിച്ച് വന്ന ജനത്തെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പുറംചട്ട മാറ്റിയിട്ട് അവർക്ക് ദൈവത്തിൻ്റെതായ ഒരു ആവരണം അല്ലെങ്കിൽ ഒരു വസ്ത്രം അവർക്ക് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ നൽകിക്കൊണ്ട്, ഒരു ഉടമ്പടി നൽകിക്കൊണ്ട് അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ ശ്രമത്തിൻ്റെ ആദ്യഭാഗമാണ് സീനായി നൽകപ്പെട്ട ദൈവത്തിൻ്റെ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 10 കൽപ്പനകൾ മാത്രമല്ല, ഈ 10 കൽപ്പനകളെ എങ്ങനെ അനുസരിക്കാം, എങ്ങനെ പാലിക്കാം, എന്താണ് അതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് നമ്മളത് അനുസരിക്കേണ്ടത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ 10 കൽപ്പനകൾ കൂടാതെ ഉടമ്പടി സംഹിത എന്ന് അറിയപ്പെട്ടിരുന്ന ചില നിയമങ്ങൾ മോശയ്ക്ക് ദൈവം നൽകിയിരുന്നു. അതിനെ മോശയുടെ ന്യായപ്രമാണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഉടമ്പടി നിയമങ്ങളായിട്ടും നമ്മളതിനെ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഈ വിശുദ്ധ നിയമങ്ങളെ നമ്മൾ അനുസരിക്കുകയും പ്രയോഗിക്കുകയും അത് പാലിക്കുകയും അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന, ജനത്തെ പഠിപ്പിക്കുന്ന, ജനത്തെ ഉപദേശിക്കുന്ന നിയമങ്ങളെയാണ് ഉടമ്പടി നിയമങ്ങൾ എന്ന് പറഞ്ഞ് മോശയ്ക്ക് ദൈവം കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിമത്തത്തിലും അല്ലെങ്കിൽ വിജാതീയത്തിലും അതുപോലെ വിശ്വാസപരമായ അന്ധകാരത്തിലും അജ്ഞതയിലും കഴിഞ്ഞിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ വളരെ പ്രകടമായ ദൂരവ്യാപകമായ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ അത് കഴിയും. മാത്രമല്ല 10 കൽപ്പനകളുടെ കടമകൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അത് നടപ്പിലാക്കുവാനും വേണ്ടി ജനത്തെ സഹായിക്കുവാനാണ് ഈ ഉടമ്പടി നിയമങ്ങൾ എന്ന് പറയുന്ന നിയമങ്ങൾ മോശ മുഖാന്തരം ദൈവജനത്തിന് കൊടുത്തത് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം,
പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുരാതന കാലങ്ങളിൽ അടിമത്ത വ്യവസ്ഥ അല്ലെ അടിമ ജീവിതം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നായിരുന്നു. ഇപ്പം ഏഷ്യയിലും ആഫ്രിക്കയിലും അതുപോലെ യൂറോപ്പിലും ഒക്കെ ഈ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. അതിന് അനേക ദൃഷ്ടാന്തങ്ങളും കഥകളും ആ വ്യവസ്ഥകളെയും ആ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ആ സമ്പ്രദായങ്ങളൊക്കെ മാറ്റുന്നതിന് അല്ലെങ്കിൽ തുടച്ചു നീക്കുന്നതിന് മുൻകൈ എടുത്ത അനേകരെ കുറിച്ച് നമുക്ക് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ തുടങ്ങിയ നെൽസൺ മണ്ടേല, പിന്നെ നമ്മൾ മറ്റു സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി പോരാടിയ നിലനിന്ന ഒത്തിരി പേരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അനേക വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അടിമ വ്യവസ്ഥിതി ലോകത്തെല്ലായിടത്തും ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലും ഈ ഒരു അടിമത്ത ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അടിമ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന അടിമ ജീവിത സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ദൈവത്തിന്റെ വചനം ആ നിയമത്തിന് ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു പുതിയ പരിവേഷം നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ വേദപുസ്തകം നിഷ്കർഷിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അടിമ ആ ജീവിതം 6 വർഷം അനുഭവിച്ചാൽ മതി, അല്ലെങ്കിൽ 6 വർഷത്തേക്ക് മാത്രമേ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് കണക്കാക്കുവാനോ ഒരു അടിമയായിട്ട് അല്ലെങ്കിൽ പരിചരിക്കുവാനോ കഴിയൂ, അല്ലെങ്കിൽ അനുവാദമുള്ളൂ. ആ 6 വർഷം കഴിഞ്ഞിട്ട് ആ അടിമ 7-ാം വർഷത്തിൽ തൻ്റെ യജമാനോടൊപ്പം താമസിക്കുവാൻ അല്ലെങ്കിൽ യജമാനോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആ യജമാനോട് കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എല്ലാ അടിമകളെയും മോചിപ്പിക്കണമെന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. അതൊരു ശബദിന്റെ അല്ലെങ്കിൽ വിടുതലോ ഒരു ശബദിന്റെ അവധിയോ അല്ലെങ്കിൽ ഒരു ശബദിന്റെ പ്രത്യേകതയായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മൊത്തം നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥയ്ക്ക് വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിയെ 6 വർഷത്തിൽ കൂടുതൽ അടിമയായിട്ട് ആരും സൂക്ഷിക്കാൻ പാടില്ല. 6 വർഷം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തികൾക്ക് മോചനം കൊടുക്കണം. ഇനി ആ അടിമ ആ യജമാനോട് കൂടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അടിമയായിട്ടല്ല, ആ അവസ്ഥയിൽ നിന്ന് അടിമയുടെ ആ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്വതന്ത്രനായിട്ട് മോചിപ്പിക്കപ്പെട്ടവനായിട്ട് ജീവിക്കുവാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും ദൈവിക നിയമങ്ങളോട് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അത്തരം നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് തിരുവചനത്തിലുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മനുഷ്യന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുക. ഒരിക്കലും ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് അധീനതയിലോ അവരുടെ നിയന്ത്രണത്തിലോ വെക്കുവാനും അല്ലെങ്കിൽ ആ മനുഷ്യരെ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ജീവിതം തുടർന്ന് നടത്തുവാൻ അല്ലെങ്കിൽ തുടർന്ന് നയിക്കുവാൻ ഒരിക്കലും പ്രേരിപ്പിക്കുവാനോ നിർബന്ധിക്കുവാനോ കഴിയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരുന്നതിൽ ദൈവത്തിന്റെ വചനം നൽകുന്ന ഉപദേശം എത്ര വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നാം അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ തിങ്കളാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ നിയമങ്ങളെക്കുറിച്ചാണ്. ഈ കൂടുതൽ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട മോശയുടെ ന്യായപ്രമാണങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട, അനുസരിക്കേണ്ട, ചെയ്യേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. നമുക്കൊരു സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ മനുഷ്യന് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഓർക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതെന്നുമുണ്ട്, അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നല്ല ഒരു സാഹചര്യത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാൻ അവർക്ക് ഇതുപോലെയുള്ള നിയമങ്ങൾ ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു സമൂഹം വാഗ്ദത്ത നാട്ടിൽ ചെന്നു. അവർക്ക് അവരുടെ കുടുംബപരമായിട്ട് ദൈവം മോശയോട് അരുളി ചെയ്ത പ്രകാരം യോശുവയും മറ്റ് അല്ലെങ്കിൽ അവരുടെ മൂപ്പന്മാരും അല്ലെങ്കിൽ പ്രഭുക്കന്മാരും അവർക്ക് കുടുംബമായിട്ട് അവർക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ അവകാശം നൽകിക്കൊടുത്തു. അങ്ങനെ അവര് ഒരു സമൂഹമായിട്ട് അവർക്ക് ലഭിച്ച അവകാശങ്ങളിന്മേൽ അവർ ജീവിക്കുകയും അവരുടെ മക്കള് അവരുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ജീവിത ഉപാധികള്, അവരുടെ തൊഴില് അല്ലെ അവരുടെ കൃഷി, അവരുടെ ക്രയവിക്രയങ്ങള്, അവരുടെ സഹവാസങ്ങള്, അവരുടെ പരസ്പരമുള്ള സഹകരണം, അവരുടെ കൊടുക്കവാങ്ങലുകള്, അവരുടെ മൃഗങ്ങള്, അവയുടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഒരു സമൂഹത്തിൽ അന്നും ഇന്നും ഉണ്ട്. അപ്പൊ ഇന്നും അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും
ആ, കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും, ഓരോ സംഭവങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് അവിടെ ദൈവജനത്തിന് അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, കാരണം അത് ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ സ്വത്തുക്കളെ സംബന്ധിച്ച്, കൃഷിയെ സംബന്ധിച്ച്, മൃഗങ്ങളെ വളർത്തുന്നതിനെ സംബന്ധിച്ച്, അല്ലെ മൃഗങ്ങൾ, ഒരാളുടെ മൃഗം മറ്റൊരാളുടെ മൃഗം അല്ലെ കൃഷി സ്ഥലത്ത് കയറി അത് നശിപ്പിച്ചാൽ, അല്ലെ ഒരാളുടെ മൃഗം അല്ലെ കെട്ടഴിഞ്ഞു പോയി മറ്റൊരാളുടെ അല്ലെങ്കിൽ അല്ലെ അവകാശത്തിൽ പ്രവേശിച്ച്, ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഓരോന്നോരോന്നും ഓരോ സമൂഹത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അത് കാണണം, എങ്ങനെ പരിഹരിക്കണം, എന്ത് നിർദ്ദേശം വെക്കണം, എങ്ങനെ അതിന് അല്ലെങ്കിൽ ഒരു ഒരു പരിഹാരം വരുത്തണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ നിയമങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ ആ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തികളുള്ള സമീപനം, വ്യക്തികളുള്ള ഇടപാടുകൾ, വ്യക്തികളുള്ള സംസാരം, അവരുടെ കൊടുക്ക വാങ്ങലുകൾ, അതിൽ വീഴ്ച വരുത്തുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പലിശ വാങ്ങുന്നതിൽ, ഇപ്പൊ അങ്ങനെ നമുക്കറിയാം അനേക കാര്യങ്ങൾ ആ കാര്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ദൈവ മക്കളെ, അല്ലെങ്കിൽ ആ ദൈവ മക്കളുടേതായ സമൂഹത്തെ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും അവരുടെ ഇടയിൽ തിന്മ ഇല്ലാതാക്കുകയും അപ്പോൾ നല്ല വ്യക്തിബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ അതുപരിയായിട്ട് എല്ലാവരും ദൈവത്തോട് വളരെ സ്നേഹത്തിലും അടുപ്പത്തിലും ഏറ്റവും ഒരു നല്ല സൗഹൃദത്തിലും ആയിരുന്നു കൊണ്ട്, നല്ല ഗുണങ്ങൾ ശീലിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു മാർഗദർശകമായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള എല്ലാ നിർദ്ദേശങ്ങളും ദൈവം മോശ മുഖാന്തരം ന്യായാധിപന്മാർക്കും പ്രഭുക്കന്മാർക്കും അതുപോലെ ഇവരുടെ മേലധികാരികൾക്കും നൽകി. അങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാനും നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമാണ് ആയിട്ടാണ് കൂടുതൽ ഈ ഉടമ്പടി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സംഹിതയും ന്യായപ്രമാണത്തിലെ വിശദമായ അനേക കാര്യങ്ങളും കൂടുതൽ നിയമങ്ങൾ എന്ന ഭാഗത്തിൽ നൽകിയിരിക്കുന്നത് ഈ ജനത്തെ അത്തരത്തിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അനുബന്ധിച്ച് തന്നെ അവർക്ക് പ്രധാനപ്പെട്ട ചില ഉത്സവങ്ങളും ആരാധനകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബദം മറ്റുത്സവങ്ങളും ഈ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അവരുടെ അല്ലെങ്കിൽ മതപരമായ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല വശങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് അടുത്ത് വന്നുകൊണ്ട് ദൈവമായിട്ടൊരു സംസർഗത്തിൽ വരുന്നതിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ഉത്സവങ്ങളും ശബദങ്ങളും ഒക്കെ അവർക്ക് നൽകപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉത്സവം എന്ന് പറയുന്നത് പെസഹ ആണ്, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് നമ്മൾ കാണുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് അല്ലെങ്കിൽ വിളവെടുപ്പ് പെരുന്നാൾ. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൂടാര പെരുന്നാൾ, അല്ലെങ്കിൽ അതും ഈ ശരത്കാലത്തെ വിളവെടുപ്പ് പെരുന്നാളാണ്. ഇപ്പൊ ഈ പറയുന്ന പെസഹയും അതുപോലെ പെന്തക്കോസ്തും കൂടാര പെരുന്നാളും ഒക്കെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് എത്രമാത്രം സഹകരണവും വിശ്വാസവും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധവും അവർക്ക് ഉറപ്പിക്കുവാനും അല്ലെങ്കിൽ അതിൽ വളരുവാനും അത് മനസ്സിലാക്കുവാനും ഒരു നല്ല വിശ്വാസ സമൂഹമായിട്ട് നിലനിന്നുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ദൈവമക്കളായിട്ട് പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും വിശ്വാസത്തിലും അവർക്ക് വളർന്നു വരുവാനുള്ള ഉപാധികളായിട്ടാണ് വാസ്തവം പറഞ്ഞാൽ, അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് വാസ്തവം പറഞ്ഞാൽ ഈ ശബദങ്ങളും മറ്റ് ഉത്സവങ്ങളും അവർക്ക് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ പുറം സമൂഹത്തിലായാലും അതുപോലെ നമുക്കായാലും ഇങ്ങനെ കൂടിവരവുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചില പ്രത്യേക മീറ്റിങ്ങുകളോ അതുപോലെ പ്രത്യേകമായിട്ടുള്ള യോഗങ്ങളോ അല്ലെ കൺവെൻഷനുകളോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകളോ ഒക്കെ നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും നമ്മളെ ആത്മീയമായിട്ട് വളർത്തുവാനും നമുക്കൊരു ആത്മീയ നിയന്ത്രണത്തിന് കീഴിൽ
ഒരു ആത്മീയ കാഴ്ചപ്പാടിന് കീഴിൽ നല്ല വ്യക്തികളായിട്ട് വളർന്നു വന്ന് നല്ല വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോട് നമുക്ക് ചേർന്ന് ഒരു സമൂഹമായിട്ട് നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് കൂടുതൽ നിയമങ്ങൾ എന്ന ഭാഗത്തൂടെ ദൈവം തൻ്റെ ജനത്തിന് നൽകി കൊടുത്തുകൊണ്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെ അവരെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കാര്യവും അത് തന്നെയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പം ചൊവ്വാഴ്ച അതിൻ്റെ തലക്കെട്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി എന്നാണ്. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനത്തെ ഈ മിസ്രൈമിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വാഗ്ദത്ത നാട് അവർക്ക് ലഭിക്കുവാൻ അവര് ആ പ്രദേശത്തിനായിട്ട് അല്ലെങ്കിൽ ആ നാടിനായിട്ട് ഒരിക്കലും യുദ്ധം ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അതവര് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചടക്കി സ്വന്തമാക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. കാരണം ദൈവം തൻ്റെ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഗോത്രപിതാക്കന്മാർക്ക് അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും നൽകിയ ഒരു വാഗ്ദത്തമായിരുന്നു ഇത്. അപ്പൊ ആ വാഗ്ദത്തം ഈ ഗോത്രപിതാക്കന്മാരുടെ വരും തലമുറ അത് പ്രാപിക്കുന്നത് ഒരു യുദ്ധം ചെയ്ത് കഷ്ടമനുഭവിച്ച് പ്രയാസമനുഭവിച്ച് വേദന അനുഭവിച്ച് നഷ്ടപ്പെട്ട് മരണപ്പെട്ട് ലഭിക്കുവാനുള്ള ഒരു അവകാശമായിരുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് ദൈവജനത്തിന് കടക്കേണ്ടി വന്നു. അപ്പോൾ വാഗ്ദത്ത ദേശം കീഴടക്കാനുള്ള മാതൃക അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെ നാം കാണുന്നത് ചെങ്കടൽ അവർക്ക് ദൈവം വിഭാഗിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ അവരുടേതായ ഒരു പരിശ്രമവും അവിടെ ആവശ്യമില്ലാതെ അവരുടേതായ ഒരു പ്രവൃത്തിയും അവിടെ ചെയ്യാതെ അവർക്ക് വളരെ വളരെ സുഖമായിട്ട് സുഗമമായിട്ട് അവർക്ക് ആ ചെങ്കടല് കടന്ന് പോകുവാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ജനം വാഗ്ദത്ത ദേശം കൈവശമാക്കണം അല്ലെങ്കിൽ അവകാശമാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ചെങ്കടലിൽ കിടക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരുന്ന് ആ കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായ വിജയം ദൈവം നൽകി. അങ്ങനെ ദൈവജനത്തിന് ഒരു വലിയ വിജയം അവിടെ നേടുന്നതോടൊപ്പം മിസ്രൈം ജനത്തെ അല്ലെങ്കിൽ മിസ്രൈമരെ പൂർണ്ണമായിട്ടും അവിടെ പരാജയപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടി അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവം തൻ്റെ മക്കളുടേതായ ശത്രുക്കളെ അവരെ എതിർക്കുന്നവരെ അവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം നശിപ്പിക്കും, ദൈവം അതിൽ നിന്ന് അവരെ സംരക്ഷിക്കും എന്നുള്ളതിന് അനേക ഉദാഹരണങ്ങൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ദൈവജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം അനേക രാജാക്കന്മാരെ ദൈവം അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദേശത്തു കൂടി ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ വാസ്തവം പറഞ്ഞാൽ ഈ വാഗ്ദത്ത ദേശം അവന്റെ പിൻഗാമികൾക്ക് അല്ലെങ്കിൽ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും പിൻതലമുറയ്ക്ക് നൽകുക വാഗ്ദേശം ഉടനടി നൽകിയില്ല. അവര് അടിമകളായി പോയ ദേശത്ത് ഇത്ര വർഷം 400 വർഷത്തിന് ശേഷം 400 വർഷം ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കുന്നത് ഈ കനാൻ ദേശത്ത് നമുക്കറിയാം ഈ ജനം വരുമ്പോൾ അവിടെ അനേക മറ്റ് ജനതകൾ ഇന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരും വാസം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവങ്ങളിൽ ദൈവത്തോടുള്ള ദൈവത്തെ മനസ്സിലാക്കുന്നതിലും മിസ്രൈമരെ പോലെ തിരിച്ചറിയുന്നതിലും അവരുടെ ദുഷ്ടതയിൽ നിന്നും അവരുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അവർ പിന്തിരിഞ്ഞ് അവര് ഒരു മനസാന്തരത്തിന്റെ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ഒരു അവസരം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ആ ജനത്തിനും മിസ്രൈമരെ പോലെ
ദൈവത്തെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാനും കഴിയാതെ വന്നപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആ ഒരു കാലഘട്ടം അവസാനിച്ചപ്പോൾ ദൈവം തൻ്റെ മക്കളെ ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പൊ അതുകൊണ്ട് ആ ജനത്തിന്റെ അല്ലെങ്കിൽ ആ ജനതകളുടെ അകൃത്യം പൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ അവരുടെ അകൃത്യ ജീവിതം ദൈവം അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി, അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ജനത്തെ ആ മാതൃരാജ്യത്തേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വാഗ്ദത്തമായി കൊടുക്കുമായിരിക്കുന്ന ആ രാജ്യത്തേക്ക് ദൈവം കൊണ്ടുവരുവാൻ, ആ പ്രദേശം തൻ്റെ മക്കൾ കൊടുക്കുവാൻ തയ്യാറായി എന്നാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന്, ദൈവം തൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നത് വളരെ അസാധാരണമായ ഒരു രീതിയായിരുന്നു. നമുക്കറിയാം, അനേകർ എന്ന് വാസം പറഞ്ഞാൽ ഈ യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പല പീഡനങ്ങൾ കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഒരുപക്ഷെ ഭക്ഷ്യക്ഷാമം കൊണ്ടും ഒക്കെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പലായനം ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, ഓടിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ വാസ്തവം പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടിയൊന്നും അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ നാം ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ വളരെ അസാധാരണമായ രീതിയിൽ ഇസ്രായേൽ ജനത്തിനും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യത്തിൽ, മിസ്രൈമിൽ പ്രതീക്ഷിക്കാഞ്ഞ തരത്തില്, ഫറവോൻ പോലും ഒരിക്കലും ആലോചിച്ചിട്ടില്ലാത്ത തരത്തില് ഒരു അവസാനത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ച് ദൈവജനത്തെ വിടുവിച്ച് ചെങ്കടൽ അവരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അത് ദൈവജനം കണ്ട് മോശ ദൈവജനത്തോട് പറഞ്ഞതുപോലെ ഇന്ന് കണ്ട ഈ മിസ്രൈമിനെ നീ നാളെ കാണുകയില്ല എന്ന വാഗ്ദത്തം അവിടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ ജനത്തെ അവിടുന്ന് ദൈവം മുൻപോട്ട് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിന്റെ വിടുതല് എത്ര അസാധാരണമായിരുന്നു, എത്ര വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ ദൈവം തന്റെ ജനത്തിന്റെ വിടുതലിൽ നൽകി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ദൈവം ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ തൻ്റെ ജനത്തിന്റെ വിടുതലിനോടനുബന്ധിച്ച് അല്ലെ അവരുടെ യാത്രയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവരെ വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ ഉള്ള അവരുടെ പ്രയാണത്തിനിടയിൽ ചില കാര്യങ്ങൾ ദൈവം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തൻ്റെ ജനത്തോടു കൂടി അല്ലെങ്കിൽ ജനത്തോട് ചേർന്ന് അവിടെ അല്ലെങ്കിൽ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് ദുഷ്ടജാതികൾ ഭീതിയും ഭയവും ഉണ്ടാക്കുക അല്ലെ. അപ്പം ദൈവത്തെ അറിയാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത, ദുഷ്ടതയിൽ ജീവിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ഒരു ഭയം അവരിൽ ഉണ്ടാക്കുക, ഭീതിയും ഭയം ഉണ്ടാക്കുക അല്ലെ. നമുക്കറിയാം, ദൈവജനത്തെ സംബന്ധിച്ച് കേട്ട അനേക രാജ്യങ്ങൾ ഭയപ്പെട്ട് പരിഭ്രാന്തരായി അല്ലെങ്കിൽ ഭീതിയുള്ളവരായി തീർന്നു എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലേ. ഉദാഹരണങ്ങൾ അനേകമുണ്ട്. അപ്പൊ അതുകൊണ്ട് അനേകർ വാസ്തവം പറഞ്ഞാൽ ഈ ജനത്തോട് ഒന്നും പറയാതെ അല്ലെങ്കിൽ ഈ മോശയും അതുപോലെ അഹരോനോടൊന്നും പറയാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും വേണ്ട അനുവാദം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? യഹോവ ആരാണ് എന്ന് മനസ്സിലാക്കുവാന് പല സമൂഹത്തിനും പല രാജാക്കന്മാർക്കും പല വ്യക്തികൾക്കും ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു ഉദാഹരണം രാഹാബ് എന്ന് പറയുന്ന വേശ്യ വാസ്തവം പറഞ്ഞാൽ യഹോവ ആരാണ് എന്ന് കേട്ടറിവ് കൊണ്ട് ആ ജനത്തിന് സഹായിപ്പാൻ അല്ലെ ജനത്തെ സഹായിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും ആരും പറയാതെ തന്നെ ചെയ്യുവാൻ ഒരുക്കമുള്ളവളായി മാറിയെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ നമുക്ക് അവിടെ എടുത്ത് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് മറ്റ് ദുഷ്ടരായ ജനങ്ങളുടെ ഇടയിൽ ഭീതിയും ഭയവും ഉണ്ടാക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവം കടന്നലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിയർ പുതിയ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് അവർ ശത്രുക്കളെ ഓടിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് തിരിഞ്ഞു നോക്കുവാൻ കഴിയാതെ അവർ ദേശത്തു നിന്ന് ഓടിപ്പോകാനുള്ള അതിന് പല വഴികളുണ്ട്. പക്ഷേ ദൈവം ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും കടന്നു ചെന്നുകൊണ്ടല്ലേ, ഓരോ വ്യക്തികളെയും ആക്രമിക്കുവാനും ഓരോ വ്യക്തികളിലേക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഉപദ്രവിക്കുവാനും കഴിയുന്ന ഈ കടന്നലുകൾ ജനത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് തിരിഞ്ഞു നോക്കുവാൻ പോലും ഒരവസരം കൊടുക്കാതെ അവരെ അവരുടെ ദേശത്തു നിന്ന് ഓടിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അപ്പൊ അത് ഈ ഇസ്രായേൽ ജനത്തിനും മാത്രമല്ല, ആ ജനത്തിനും ഇത് കാണുകയും അല്ലെങ്കിൽ ഇത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ജനത്തിനും വാസം പറഞ്ഞാൽ യഹോവ ആരാണ് എന്നും ഈ ദൈവത്തിന് ജനം എങ്ങനെയുള്ളവരാണ് എന്നും മനസ്സിലാക്കാനുള്ളൊരു അവസരം അവിടെ കൊടുത്തു അല്ലെങ്കിൽ അവിടെ നമ്മളിവിടെ കാണുകയാണ്. അതുപോലെ ഇസ്രായേലിനെ ഈ അവസ്ഥകളിലൊക്കെയും അല്ലെങ്കിൽ ഈ വഴികളിലൊക്കെയും അവർക്ക് സംരക്ഷണമായിരുന്ന
അഗ്നിസ്തംഭവും മേഘസ്തംഭത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തോടും മോശയോടും സംസാരിച്ചതും അവർ നയിച്ചതും ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. നമ്മൾ യഹോവയുടെ ദൂതൻ നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായില്ല, പഠിക്കുകയുണ്ടായില്ലേ, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൂതൻ ഈ ഇസ്രായേൽ ജനത്തെ നടത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായിട്ട് അവർക്ക് കൂടെ ഇരിക്കുവാനും ആ ജനം എവിടെ കൂടാരം അടിക്കണം, അവിടുന്ന് എപ്പോൾ അവർ കൂടാരം മാറ്റണം, അടുത്ത കൂടാരം അവർ എവിടെ ഉറപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും നിന്നുകൊണ്ട് ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടാണ് ഒരു അദൃശ്യനായ നേതാവിനെ പോലെ ഓരോ കാര്യങ്ങളിലും ദൈവജനത്തിനോട് കൂടെ നടന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ആ ജനത്തോടും മോശയോടും സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണവും കാവലും കൊടുത്ത്, നമുക്കറിയാം ഇസ്രായേൽ സൈന്യം മിസ്രയീം സൈന്യം ഇസ്രായേലിന്റെ പുറകെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ പിറകിൽ ആയിട്ട് നിന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ജനത്തിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ദൂതൻ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത് അതാരായിരുന്നു? അത് കർത്താവ് യേശുക്രിസ്തു ആയിരുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിലാണ് ഈ ജനത്തെ വഴി നടത്തിയതും കർത്താവ് യേശുക്രിസ്തുവാണ് ഈ ജനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നേതാവായിട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വന്നതും എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ബുധനാഴ്ച ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ തലക്കെട്ട് കണ്ണിന് പകരം കണ്ണ് എന്നാണ്. പുരാതന ലോകത്ത് അനേക സംഭവങ്ങളിൽ വളരെ പ്രാകൃതവും ക്രൂരവുമായ നിയമങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പ്രശസ്തരായ പല ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഹമ്മുറാബി. നമുക്കറിയാം പുരാതന കാലത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളിൽ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെയൊക്കെ നിയമങ്ങൾക്ക് വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ വളരെ ക്രൂരമായ വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു അതുപോലെ തിരിച്ച് ചെയ്യുക, പ്രതികരിക്കുക. ഇപ്പോൾ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെടുത്തിയാൽ ആ ആളുടെ കണ്ണ് നഷ്ടപ്പെടുത്തുക. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ നിയമമായിരുന്നുവെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഉള്ള നിയമങ്ങൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ആ ഒരു സമൂഹം എങ്ങനെയായിരിക്കും? ഒരാളെ കൊല്ലുന്നു, പകരം ആ കൊന്ന വ്യക്തിയെ നിയമം മൂലം അല്ലെങ്കിൽ മറ്റൊരാൾ കൊല്ലുന്നു. ഒരാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു, ആ ചെയ്യുന്ന വ്യക്തിയുടെ കണ്ണും വേറൊരാൾ കുത്തിപ്പൊട്ടിക്കുന്നു. അപ്പം ഇങ്ങനെ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രവൃത്തി തുറന്നാൽ എത്ര പേര് അന്ധരായി തീരും അല്ലേ? ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ എത്ര പേര് അംഗവിഹീനരായി മാറും? ഒരു സമൂഹം എങ്ങനെയായിരിക്കും? ഇതാണ് ആ നിയമത്തിൻ്റെ ഏറ്റവും ഒരു ദോഷകരമായ ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ക്രൂരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് അതാണ്. നിയമങ്ങൾ ഒരിക്കലും ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും ഒരു സമൂഹത്തെ കഷ്ടതയിലേക്കോ പ്രയാസങ്ങൾക്കോ ബുദ്ധിമുട്ടുകളിലേക്കോ അല്ലെങ്കിൽ പീഡനങ്ങളിലേക്കോ നയിക്കാനല്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും സഹകരണവും വളർച്ചയും പുരോഗതിയൊക്കെ ഉള്ളൊരു ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് വളർന്നു വരുവാണ് നിയമങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതും നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. അപ്പോൾ അത് നാം മനസ്സിലാക്കുന്നത് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം പറയുമ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പുറപ്പാട് ദിവസം 21-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തെ സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് മത്തായിയുടെ സുവിശേഷം 5:38 കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവനെ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കുക,
ഈ രാജ്യത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ, ലോകത്തിൽ നിലനിന്നിരുന്ന പ്രാകൃത നിയമങ്ങളെ സംബന്ധിച്ചാൽ, പ്രാകൃതമല്ല, ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേക രാജ്യങ്ങളിൽ ഇതുപോലെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യനെ പരസ്യമായിട്ട് അല്ലെങ്കിൽ തൂക്കിലേറ്റുകയും കൊല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പം അത്തരത്തിലുള്ള നിയമങ്ങൾ കർക്കശമായിട്ട് പാലിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന രാജ്യങ്ങൾ, സമൂഹങ്ങൾ അന്നും എന്നും ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രാകൃത നിയമങ്ങളെ സംബന്ധിച്ച് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ? ദുഷ്ടനോട് എതിർക്കരുത്. ഇതൊരു വലിയ ആഴമേറിയ വിശാലമായ ഒരു അർത്ഥം അതിനുണ്ട്. നാം അതിൻ്റെ സാമൂഹികവും അല്ലെങ്കിൽ നിയമപരവും മാനസികമായിട്ടുള്ള പശ്ചാത്തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, നിന്റെ ഒരു ചകിട്ടത്ത് ഒരു വ്യക്തി അടിച്ചാൽ നീ എന്ത് ചെയ്യരുത്? തിരിച്ച് ആ ചകിട്ടത്ത് തന്നെ അടിക്കരുത്, അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ചകിട്ടത്ത് അടിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? നിന്റെ മറ്റേ ചകിടും കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റ് ചെയ്യുവാൻ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രേരണയിൽ നിന്ന് എങ്ങനെ ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുവാൻ മറ്റൊരു വ്യക്തിയുടെ പ്രതികരണം കൊണ്ട് ഇടയാക്കും, അല്ലെങ്കിൽ അതിന് സഹായമായി തീരും. അല്ലേ? നമ്മളെ മോശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നാം മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ 2 പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം വ്യക്തി ഒരുപക്ഷെ അത് അവസാനിപ്പിക്കും. അല്ലേ? കാരണം നമ്മളൊന്നും പ്രതികരിക്കുന്നില്ല, നമ്മളൊന്നും സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞാൽ ആ സംസാരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ 3 കാര്യങ്ങൾ തിരിച്ച് നമ്മോട് സംസാരിച്ചു എന്ന് വരാം. പക്ഷെ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ നാം മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യം കൊണ്ട് സംസാരിച്ചിട്ട് ആ വ്യക്തി അവസാനിപ്പിക്കും. അപ്പോൾ ദുഷ്ടത, അനീതി, ന്യായമില്ലായ്മ, സ്നേഹമില്ലായ്മ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ മനുഷ്യൻ തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ച് ദൈവഭക്തിയോടെ പെരുമാറണം എന്ന് കർത്താവ് യേശു ക്രിസ്തു ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, ദുഷ്ടനോട് എതിർക്കരുത്. ഇപ്പം ദുഷ്ടനോട് എതിർക്കെന്ന് പറയാൻ കാരണം എന്താ? ദുഷ്ടനോട് എതിർത്താൽ ദുഷ്ടൻ ഒരിക്കലും തന്നെ ദുഷ്ടതയിൽ നിന്ന് പിന്മാറുവാൻ കഴിയില്ല. എതിർത്താൽ ഇപ്പോ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പിന്മാറുകയോ അതിൽ നമ്മൾ ഒഴിഞ്ഞു മാറുകയോ ചെയ്താൽ ഒരുപക്ഷെ പിന്നൊരു 2ാമത് പ്രാവശ്യം അതിന് മുതിരുവാൻ സാധാരണ ഒരു വ്യക്തി ചെയ്യുകയില്ല. അപ്പോൾ മറ്റുള്ളവരെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അതോടൊപ്പം സമൂഹത്തിൽ ഉണ്ടായി വരുന്ന അരിഷ്ടതാവസ്ഥയും നിയമരാഹിത്യത്തെയും ഇല്ലാതാക്കുവാനും അതുപരിയായിട്ട് ഒരു സൗഹൃദവും സ്നേഹവും വളർത്തിയെടുക്കുവാനും കഴിയുന്ന ഒരു ഉപദേശമായിട്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ വചനത്തെ അല്ലെങ്കിൽ വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ദുഷ്ടനോട് എതിർക്കരുത്. അപ്പൊ ഇവിടെ അനേക സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ രീതികളും ആചാരങ്ങളും കുടിപ്പകകളും ശത്രുതയൊക്കെ നിലനിന്നുകൊണ്ട് ഇന്നും അതിനെ അപലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്ന സമൂഹങ്ങളും വ്യക്തികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ നിയമം അത് നീതിയും ന്യായവും സ്നേഹവും ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് അനുസരിച്ച് നാം ജീവിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ദൈവത്തിൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അത് നീതി, അനുരഞ്ജനം, വിശ്വാസം, സഹകരണമൊക്കെ വളർത്തിയെടുക്കുക മാത്രമല്ല സമൂഹത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതുപോലുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും അനുരഞ്ജന ചർച്ചകൾക്കൊക്കെ അല്ലെങ്കിൽ നേതൃത്വങ്ങളോ ഗവൺമെൻറ്റൊക്കെ മുൻകൈയെടുത്ത് നടത്താറുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരുപക്ഷെ ഒരു അനുരഞ്ജന ചർച്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണത്? മനുഷ്യൻ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നിയമപരമായിട്ട് ഔദ്യോഗികമായിട്ട് ചെയ്യുന്ന ഒരു ചർച്ചയിലുപരിയായിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തി എന്താണ് തിരിച്ചറിയാനുള്ള ബോധം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുകയും ആ പ്രവൃത്തിയിലെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതും ദോഷകരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിന്ന് കുറയുകയും ചെയ്യുന്നതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ മാനസികമായിട്ട് വളർത്തിയെടുക്കുക, മാറ്റുക എന്നതായിരുന്നു അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇടപെടലിലൂടെ കർത്താവ് ചെയ്തതും അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതും അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ അധാർമികതയിലും ദുഷ്ടതയിലും അതുപോലെ മോശമായ സ്വഭാവ രീതികളിലും
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത സമ്പ്രദായങ്ങളൊക്കെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിച്ച് അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന ഒരു ജനസമൂഹത്തിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരും വളരെ ജാഗ്രതയുള്ളവരും അത്തരം കാര്യങ്ങളിൽ, അത്തരം സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിയോടെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം ദൈവത്തിന്റെ ജനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ 10 കൽപ്പനകൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന ദൈവത്തിന്റെ ജനം എന്ന നിലയിൽ പ്രവർത്തിക്കുവാനും പെരുമാറുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നാം വ്യാഴ്ചയ്ക്ക് വരുമ്പോൾ നമ്മുടെ കാണുന്നത് പ്രതികാരം എന്നതാണ്. പ്രതികാരത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? പ്രതികാരം നാം ഒരിക്കലും ചെയ്യരുത്. അതെന്ത് ചെയ്യണം? അത് ദൈവത്തിന് നാം വിട്ടുകൊടുക്കുക. അപ്പം നാം ഒരിക്കലും പ്രതികാരം ചെയ്യുവാൻ മുതിരരുത്, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം ഒരു എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ പൈതൽ അല്ല. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഒരാൾ നമ്മുടെ ഒരു ചെകിടത്തടിച്ചാൽ ആ വ്യക്തിയുടെ ആ ചെകിടത്തിനെ നമ്മൾ വടിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് വ്യക്തികൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അപ്പം ആ അടി കൊണ്ട വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ നാളെ തിരിച്ച് ഇതിനേക്കാൾ വളരെ ശക്തമായി തിരിച്ച് നമ്മൾ പ്രതികരിച്ചു എന്ന് വരാം. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ഇത് ആവർത്തിക്കണം. അപ്പോൾ ഇതിനൊരു അവസാനമില്ലാതെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഈ പക, വിദ്വേഷം, ശത്രുത അവസാനിപ്പിക്കാതെ തുടർച്ചയായിട്ട് ഒരു പരമ്പര പോലെ അക്രമങ്ങളും കൊലപാതകങ്ങളും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം നമുക്കുള്ളതല്ല. ഒരു വ്യക്തി തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്നുവെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്, അല്ലെ? ദൈവം കാണുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എല്ലാം ദൈവം കാണുന്നു പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് ശരിയാണോ? അത് ശരിയാണ്, അത് ദൈവം കാണുന്നുണ്ടാവും. പക്ഷേ ദൈവം കാണുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെത്രമാത്രം ദുരന്തങ്ങളുടെയും പ്രയാസങ്ങളുടെയും ആണ് കടന്നു പോകേണ്ടി വരുന്നതെന്നും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറിപ്പോവുകയും ചെയ്യുന്ന നമ്മൾ എത്രയോ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് പ്രതികാരം നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെ? നാം ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തിനിടയിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ വ്യക്തികൾ മറ്റുള്ളവരോട് പ്രതികാരം തീർക്കുവാനും അല്ലെ മറ്റുള്ളവരെ നശിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതം തകർക്കുവാനും ഒക്കെ അത് പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, ആ ഒരു അർത്ഥത്തിൽ നിന്നും ആ ഒരു ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഈ നിയമങ്ങളെ പ്രയോഗിക്കുന്നതിലും ഈ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലും വളരെ വീഴ്ചകളും കുറവുകളും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ആയിട്ട് അല്ലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിട്ട് ദൈവം അല്ലെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സംസാരിക്കുന്ന പലപ്പോഴും ശിക്ഷ അല്ലെങ്കിൽ നീതി എന്നത് ഒരു തത്വത്തിൽ അടിസ്ഥാനപരമായ കാര്യമാണ്, അല്ലെ? നീതിയാണെങ്കിലും അത് തന്നെ, ശിക്ഷയാണെങ്കിലും അത് തന്നെ, അല്ലെ? നമുക്കറിയാം ഒരു ശിക്ഷ എന്ന് പറയുന്നത് വെറുതെ ഒരു വ്യക്തിയെ ശിക്ഷിക്കുവാൻ കഴിയില്ല നമുക്ക്. അപ്പം ഇന്ന് നമ്മൾ നിയമത്തിൻ്റെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശകലനം ചെയ്യപ്പെടുന്നതും അതിനെ പരിശോധിക്കപ്പെടുന്നതും അതിനാവശ്യമായ ശിക്ഷ എന്താണെന്ന് നിശ്ചയിക്കുന്ന നിയമമാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടമോ ഒരു വ്യക്തിയുടെ താല്പര്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഭാവമോ അല്ല. ഒരുപക്ഷെ ഒരു ചെറിയ അംശമെങ്കിലും അങ്ങനെ ചിലപ്പോൾ കടന്നുകൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു നിയമത്തിന്റെ വെളിച്ചത്തിലാണ് ആ ശിക്ഷ അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് നീതി നടപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ നീതി ലഭിക്കുവാനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നതും ഈ നിയമത്തിന്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നിയമം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു വ്യക്തിയും സ്വയമായിട്ട് ഒരു ന്യായാധിപനായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കുന്ന വ്യക്തിയായിട്ടോ പെരുമാറുവാൻ പാടില്ല, അല്ലേ?
അപ്പം അത് ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിന് ശിക്ഷ നിശ്ചയിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും അവർ തന്നെയാണ്. ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ കലാരംഗങ്ങളും അതുപോലെ മറ്റ് ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഇത്തരം കാര്യങ്ങളെ വളരെ ആഘോഷപൂർവ്വം, വളരെ വളരെ എന്ന് പറഞ്ഞാൽ രാജകീയമായ ഒരു അല്ലെങ്കിൽ ഒരു പരിവേഷത്തോടെ അതിനെയൊക്കെ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്ത് അതിൽ വിജയിക്കുന്നു, അത് എന്ത് കാര്യം ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ന്യായമായ കാര്യം എന്താണ്, അല്ലെ അതിൻ്റെ ശരി എന്താണ്, അല്ലെ അതിൽ എത്രമാത്രം അല്ലെങ്കിൽ കൃത്യമായ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതല്ല. കായിക ബലം കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ശക്തി കൊണ്ടോ ഒക്കെ അന്യായത്തെ അല്ലെങ്കിൽ നിയമപരമായ അല്ലാത്ത കാര്യങ്ങളെ പോലും അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ടൊരു വിജയത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വിജയത്തിലേക്ക് വരുന്ന ഒരു രീതിയെ ഇന്ന് വളരെ വലിയ രീതിയിൽ കുട്ടിഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് സമൂഹത്തിനുണ്ടാക്കുന്ന പ്രതികരണം, അല്ലെ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം എത്രമാത്രം ഉണ്ട് എന്ന് പലപ്പോഴും ഇതിനെ അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നവരും ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരും അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കുന്ന വ്യക്തികളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയും നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു നിയമം ഒരു ന്യായാധിപനായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കുന്ന വ്യക്തിയായിട്ടോ ശിക്ഷ നടപ്പിലാക്കുന്ന വ്യക്തിയായിട്ടോ മാറുവാൻ പാടില്ല എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നമ്മുടെ ദൈവം സൽഗുണ സമ്പൂർണ്ണനായിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു സമൂഹവും പറയുവാനോ മറ്റൊരു അല്ലെങ്കിൽ ഒരു തത്വസംഹിതകളിൽ നമുക്ക് കാണുവാൻ കഴിയാത്തതായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയോ മറ്റുള്ളവരെ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ്. അല്ലേ? അത് തികച്ചും വ്യത്യസ്തമായ ഒരു ഉപദേശമാണ്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാം, അല്ലെ നമുക്ക് വഴക്കുണ്ടാക്കാൻ പോകാതിരിക്കാം, അല്ലെ മറ്റുള്ളവരെ മോഷ്ടിക്കാതിരിക്കാം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കാം, അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ചെയ്യാം. പക്ഷേ നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കണം എന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആത്മീയവും അതുപോലെ വിശ്വാസപരവും സാമൂഹികമായ ഒരു അല്ലെങ്കിൽ ആശയം എത്രമാത്രം വിലയേറിയതാണ്, എത്രമാത്രം അത് സമൂഹത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരുപക്ഷെ അല്പം പ്രയാസമുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകിൽ ശത്രുവിനെ സ്നേഹിക്കുക. ഇപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ശത്രുതാ മനോഭാവങ്ങളെയും ശത്രുതയെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികളെയും ആശയങ്ങളെയും നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ മുളയിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആയിത്തീരും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെക്കുറിച്ചൊരു വ്യക്തി തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സംസാരിക്കുകയോ ചെയ്യുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ നമ്മൾ അറിയുന്നെങ്കിൽ നമ്മളെ വ്യക്തിയോട് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും നമ്മൾ അറിയാത്ത രീതിയിൽ വളരെ സ്നേഹത്തോടും വളരെ സൗഹാർദ്ദത്തോടും ഇടപെടുകയും സംസാരിക്കുകയും നിഷ്കളങ്കമായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളെ പെരുമാറുമ്പോൾ സാധാരണ മനുഷ്യർക്കൊക്കെ ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിയുമല്ലേ, അയ്യോ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചല്ലോ സംസാരിച്ചല്ലോ എന്ന് ഒന്ന് ചിന്തിക്കാനുള്ള അവസരം ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ലഭിക്കും. അപ്പൊ അവിടെ ഒരുപക്ഷെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ആ വ്യക്തിക്ക് മാറുവാൻ ഇടയായിത്തീരും. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നവരെ പോലെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, ഏറ്റവും വലിയൊരു ഉപദേശമാണ് തൻ്റെ ജീവിതത്തിലൂടെ, അല്ലേ? അപ്പോൾ തന്നെ ഉപദ്രവിച്ചവരെ തന്നെ അല്ലെങ്കിൽ ശിക്ഷിച്ചവരെ കർത്താവ് യേശുക്രിസ്തു അവർക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മനോഭാവം, അല്ലേ, ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ മനസ്സ് എത്രമാത്രം ആഴമുള്ളതാണ്, സ്നേഹമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായും നാമും
അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 6:36 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് അത് മാത്രമല്ല അനേക വാക്യങ്ങൾ നമ്മൾ വായിക്കും. മത്തായി സുവിശേഷം 6:4-6, മത്തായി 16:27, ലൂക്കോസ് 6:23, 2 തീമോഥെയോസ് 4:8, അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു പറഞ്ഞ ആശയം എത്രമാത്രം ഇതിലൊക്കെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ അന്തർലീനമായിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം ഒരിക്കലും പ്രതികാരത്തിന് നിൽക്കാതെ, പ്രതികാരം ചിന്തിക്കാതെ, ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളും ഉണ്ടാവാതെ ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു തന്ന, നമ്മെ പഠിപ്പിച്ച നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നാം അത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനം ദൈവം നമുക്ക് നൽകും. ആ സമാധാനമാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ജീവിക്കുവാനും ദൈവത്തിൻ്റെ വചനം പറയുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പാഠം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. പ്രിയ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ദൈവിക സാന്നിധ്യം എല്ലാ മക്കളും കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ എന്നുള്ള ദൈവമേ, അടിയങ്ങൾ കർത്താവെ ചിന്തിച്ച ദൈവം തൻ്റെ ജനത്തിന് നൽകിയ നിയമങ്ങൾ എന്തായിരുന്നു, അത് എന്തിനു വേണ്ടിയായിരുന്നു, അത് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു, അവരെങ്ങനെ ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന അടിയങ്ങൾ ഓരോരുത്തരും ഈ ദൈവിക നിയമങ്ങളെയും ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഉപദേശങ്ങളെയും അടിയങ്ങൾ എത്രമാത്രം അത് അനുസരിച്ചും അംഗീകരിച്ചും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സമാധാനം സന്തോഷവും ഉണ്ടാക്കുവാൻ അടിയങ്ങൾ എത്രമാത്രം മനഃപൂർവ്വമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അടിയങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തെ സ്നേഹിപ്പാനും കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ അടിയുറച്ച് നിൽപ്പാനും കർത്താവ് അടിയങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ എൻ്റെ കുഞ്ഞുങ്ങളെയും, ഈ പാഠം പഠിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അവിടുത്തെ ദിവ്യസമാധാനത്തിൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും വേണ്ടി നിർത്തുകയും ചെയ്യണം. മാനവത കർത്താവ് നേടുക്കണം. എല്ലാ അടിയങ്ങൾക്കായി ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടെ നല്ല ദൈവമേ, ആമേൻ.